നമുക്ക് പ്രത്യേകമായിട്ട് വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുക എന്നുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുന്ന നമ്മള് പലപ്പോഴും നമ്മുടെ സർവ്വ ബലഹീനതകളെ അതിജീവിക്കുവാനായിട്ട് ഈ ഒരു അനുഗ്രഹം നമുക്ക് സാധിക്കും അല്ലെ. തിന്നേന്റെ കൂടാരത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണൽ കഴിയുന്നവനുമാണ് കർത്താവിനോട് എന്തെന്ന് പറയണത്, എന്തു പറയണത്? എന്റെ സങ്കേതത്തിന്റെ കോട്ടയപ്പോ ദൈവം എന്ന് പറയും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ സംരക്ഷണത്തില് ജീവിക്കാനുള്ള ഒരു ഉൾപ്രേരണ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ അത്യുന്നതന്റെ, അതായത് നമ്മൾ വലിയൊരു കെണിയിൽ പെട്ടു, പക്ഷെ നമ്മളുടെ വിശ്വാസം സർവശക്തനായ ദൈവത്തിലാണെങ്കിൽ നമുക്ക് ആ കെണി പൊട്ടിച്ച് പുറത്ത് ചാടാനായിട്ട് ആര് വരും നമ്മളെ സഹായിക്കാൻ? ദൈവം വരും. അതാണല്ലോ നമ്മുടെ വിശ്വാസം അല്ലെ. അവിടെ ദൈവം വരും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതുവഴി സംരക്ഷണം കിട്ടും, ഒരു ഉറപ്പ് കിട്ടും, സംരക്ഷണം കിട്ടും. അപ്പൊ സർവശക്തന്റെ തണലില് നമുക്ക് ഒരു സമാധാനപരമായ ഒരു ലൈഫില് നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുകയാണ്, നല്ല ബോധ്യമുണ്ടാവണം നമുക്ക് തിന്നേന്റെ കൂടാരത്തിൽ വസിക്കണമെന്നുള്ള ഒരു ബോധ്യം അല്ലെ. പണ്ട് കാലത്ത് ആ ബോധ്യം ഉണ്ടായിരുന്നു, ഈ കാലഘട്ടങ്ങളിൽ വളരെ ദുർബലമാണ്. അതുകൊണ്ട് പണ്ട് ഉള്ള ജീവിതങ്ങള്, ക്രിസ്തീയ ജീവിതങ്ങള് ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിൽ, ഈ ജനറേഷനിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും കുറഞ്ഞപ്പോഴേക്കും കൂടാരം വിട്ട് പലയിടത്തും പോകാൻ തുടങ്ങി അല്ലേ. നമ്മുടെ തലമുറകൾക്ക് വിശ്വാസമില്ല. അവര് പറയും ആദ്യം നമ്മള് കറക്റ്റ് ആകാൻ പറയും, എന്നിട്ട് നമ്മള് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. കാരണം നമ്മുടെ വിശ്വാസത്തിന് ഉറപ്പുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മള്. അതായത് നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ കൂടിയോ നമ്മുടെ ശത്രുക്കളിൽ കൂടിയോ തന്നെ ദൈവം വെളിപ്പെടുത്തി കാണിച്ചു തരും. മനസ്സിലാകുന്നുണ്ടോ? കേക്കാവോ? അതായത് നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ മാനസികമായി അസ്വസ്ഥപ്പെടുത്തുമ്പോഴേക്കും നമ്മളിലുള്ള വിശ്വാസം എത്രത്തോളം ആഴപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ തെളിയിക്കേണ്ട ഒരു അവസരവും കൂടി സാഹചര്യവും കൂടിയാണത്. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമില്ല, പക്ഷെ എന്തുണ്ട്, ദൈവമുണ്ടെന്നുള്ള ഒരു അറിവുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഉള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് തെളിയിച്ച് കൊടുക്കേണ്ടത്, രുചിച്ചറിയേണ്ട, അനുഭവിച്ചറിയേണ്ട ഒരു അവസരം. അപ്പൊ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാനുള്ളൊരു സിറ്റുവേഷൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുക. നമ്മളല്ലാതെ നമ്മൾ നല്ല ഫ്രീഡമായിട്ട് ജീവിച്ചു കഴിഞ്ഞാല് ഈ ഭൂമിയിൽ ഫ്രീഡം അനുഭവിക്കുന്ന നമ്മൾക്ക് എന്ത് നേരിടേണ്ടി വരും? സ്വർഗത്തിന്റെ ഫ്രീഡം നമുക്ക് നഷ്ടപ്പെടും അല്ലേ. നമ്മൾ ഈ ഭൂമിയിലെ സ്വാതന്ത്ര്യം മുഴുവൻ നമ്മൾ അനുഭവിക്കുകയാണ്, പക്ഷെ സ്വർഗത്തിന്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഒന്ന് എത്തി നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മൾ പുറന്തള്ളപ്പെടും. അപ്പോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്ര, അതുകൊണ്ടാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ കൂടി നമ്മളെ പഠിപ്പിച്ചിരുന്നത്. വിശുദ്ധരൊക്കെ പോട്ടെ, പരിശുദ്ധ അമ്മ, ഈ ദൈവത്തിന്റെ അമ്മ നമ്മളെ പഠിപ്പിച്ചെന്ന അത് തന്നെയാണ് അല്ലെ. ഭൂമിയിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഫുൾ ഓഫ് ഗ്രേസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നത് പരിശുദ്ധ മറിയത്തിൽ മാത്രമായിരുന്നു. സ്വർഗം നേരിട്ട് വന്ന് സ്തുതി പാടുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്ന സങ്കടങ്ങൾ ഇത്രയും ഭീകരമാണെങ്കിൽ അതിന് കീഴിലുള്ള നമ്മളൊക്കെ എത്രമാത്രം ആ ഒരു കൃപയുടെ ഐക്യത്തിൽ നിൽക്കേണ്ടവരാണ് അല്ലെ. അമ്മ പൂർണ്ണമായും ദൈവത്തോട് ഐക്യപ്പെട്ടു. മറിയത്തിന്റെ സ്തോത്രത്തില് പ്രത്യേകമായിട്ട് എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുന്നു. അതായത് രക്ഷകനായ ദൈവത്തിന്റെ ഹൃദയത്തില് ഇന്ന് പടിയിറങ്ങാണ്ട് ഒരു സെക്കൻഡ് പോലും അമ്മയ്ക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ലോക്കാണ്. നമ്മളൊക്കെ ലോക്കാകാത്തോണ്ടാണ്. നമ്മൾ ലോക്കാകും, പക്ഷെ നമ്മൾ ചാടി, നമ്മൾ പുതിയ ലോക്കിട്ട് കീട്ട് തുറന്ന് നമ്മൾ ചാടി പുറത്തിറങ്ങും സൗകര്യം പോലെ അല്ലെ. അപ്പോ ഇത് പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ നമ്മളുടെ ഈ സങ്കീർത്തനത്തിൽ. അതായത് സംരക്ഷണം ദൈവം നമുക്ക് തരാൻ തയ്യാറാണ്, പക്ഷെ
പറയുന്ന കാര്യങ്ങളിൽ കർത്താവ് ദാവീദിനോട് പറയുന്നുണ്ട്, നീ എന്റെ കൽപ്പന ചട്ടങ്ങളും പാലിച്ച് നിന്റെ തലമുറകളെ പൂർണ്ണമായും വിശദീകരിക്കുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ സോളമന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും അത് നിലനിൽക്കാൻ പറ്റാത്ത വിധത്തില് ബലഹീനതയിൽ പെട്ടുപോയി. കാരണം നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര പിതാക്കന്മാരുടെ പൂർവികരുടെ അനുഗ്രഹത്തിലൊക്കെ നിൽക്കും. പക്ഷെ നമ്മളുടെ ഒരു ലൈഫ് അവസാനിക്കുന്നവരെ അത് നിലനിർത്താനായിട്ട്, അതായത് എന്തും നമുക്ക് നേടാൻ എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്തുക എന്നുള്ളത് അതിനേക്കാൾ ഇരട്ടി അധ്വാനമാണ്. കൃപ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും, പക്ഷെ ആ കൃപയിൽ നിലനിന്ന് ജീവിക്കുക എന്നുള്ളത് ഇരട്ടി അധ്വാനമാണ്, അല്ലേ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൂടാരം വിട്ട് പോകാതിരിക്കുവാനുള്ള എല്ലാ അധ്വാനവും നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നിന്റെ പ്രവൃത്തികൾ ദൈവ വിചാരത്തോടെ ആവട്ടെ എന്നുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. മഞ്ജിച്ച് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തില് എപ്പോഴും നമ്മളോടുള്ള കരുണയെ ഓർത്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കണത്, അല്ലേ? ആണോ? കേൾക്കാവൂ? അതായത് നമ്മള് എത്ര നന്ദികേട് കാണിച്ചാലും ദൈവം അതനുസരിച്ച് നമ്മളോട് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാ അത്? വലിയ കരുണയാണ്. അതാണ് തന്റെ കാരുണ്യത്തെ ഓർത്ത്, അതായത് ദാവീദിന് കൊടുത്ത വാഗ്ദാനത്തെ പ്രതിയാണ് സോളമന്റെ ജീവിതത്തില് ഭീകരമായ നിന്ദനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സോളമനോട് കരുണ കാണിച്ചത്, അല്ലേ? ആണോ? ഇതുപോലെ പിതാവായ ദൈവത്തിന്റെ മുമ്പില് ഈശോ കൊടുത്ത ആ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ, ലോകത്തിന്റെ മക്കളെ കുറിച്ചുള്ള വേദനയുള്ള പ്രതിജ്ഞ. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഭൂമിയിൽ വന്നതും മാരകമായ പീഡനങ്ങളാൽ മുറിവേറ്റതും അവന്റെ ക്ഷതങ്ങളാൽ എന്തായിന്നാ പറയണത്? എന്താ പറയണത്? യെശയ്യാ 53 അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യപ്പെട്ടു, സൗഖ്യമുള്ളവരായി എന്നല്ലേ പറയണത്, അല്ലേ? ആണോ? എന്താ ഇത്? സൗഖ്യമുള്ളവരായി. യെശയ്യാ 53 വചനം അങ്ങനെയല്ലേ? 53 വചനം എന്നെടുത്തേ ഒന്ന് വായിച്ചേ. സമയത്തൊക്കെ വായിക്കാൻ പറ്റിയ വചനഭാഗമാണ് യെശയ്യാ 53. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? അതില് 3-ാമത്തെ വചനം ഇങ്ങനെയാണ്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, അല്ലേ? നമ്മള് മക്കളോടൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാനത് സഹിച്ചത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ അനുഭവിച്ചത് എന്നൊക്കെ പറയും, അല്ലേ? അത് ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും, പക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും. ഈശോ അങ്ങനെയല്ല.
ഇനിയും ജനിക്കാനിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും കൂടിയാണ് അല്ലെ? അത് അതെ. എത്രമാത്രം സഹിക്കേണ്ട ഒരു വേദനയാണ്. അതുകൊണ്ടാണ് അത്രമാത്രം, അതായത് ദൈവത്തിന്റെ മുഖത്തെ അടിച്ച് നശിപ്പിക്കാൻ മാത്രം മനുഷ്യരുടെ കരങ്ങളില് വിട്ടുകൊടുത്തു. പിശാചിന് അധികാരം കൊടുത്തു. കാരണം അതെ. എന്താണ്? ഒരു അധികാരം, അതായത് അത്രമാത്രം പാപകടങ്ങളുടെ ഭീകരതയുടെ മുമ്പില് മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്റെ മുഖത്തെ വിട്ടുകൊടുത്തു, ജീവിതത്തെ വിട്ടുകൊടുത്തു, ശരീരത്തെ വിട്ടുകൊടുത്തു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ്, 5-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. മുറിവേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് എന്ത് നമുക്ക് കിട്ടിയെന്ന് രക്ഷ പറഞ്ഞ്? നൽകി. നമുക്ക് രക്ഷ രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ ആരുടെ മേല് ചേർത്ത് വെച്ചു? യേശുവിന്റെ മേല്. കർത്താവ് അവന്റെ മേൽ ചുമത്തി. കാരണം നമുക്ക് അത് ഏറ്റെടുക്കാനോ അതിന് പരിഹാരം ചെയ്യാനോ ബുദ്ധിയും ബോധവും ഇല്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്ത് ചെയ്തപ്പോ? പരിശുദ്ധനായ ദൈവത്തിന്റെ പുത്രനെ തന്നെ ഈ മാരകമായ പാപകടങ്ങളെ ചേർത്ത് വെച്ചു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ എന്ത് ചെയ്തില്ല? നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞപ്പോ നമ്മള് സാധാരണ നോർമൽ ഇവിടെയൊക്കെ എന്റെ വീട്ടിൽ ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാല് ടേബിളില് ഗ്ലാസ് ഇരിപ്പുണ്ടെങ്കിൽ ഇത് കൊണ്ട് വെക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കുടിച്ചതല്ല. ഫാൻ ഓഫ് ആക്കുന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടതല്ല. ബൾബ് ഓഫ് ആക്കുക, ലൈറ്റ് ഓഫ് ആക്കുന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടതല്ല. അത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഞാൻ ചെയ്തല്ലോ. ഇങ്ങനെ എക്സ്ക്യൂസുകളാണ് അല്ലെ? സാധാരണ വീടുകളിൽ ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്താണ് ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് സ്വന്തമായിട്ടുള്ളൊരു വീടുമായിട്ട് വീട്ടിലുള്ളവരുടെ ഉള്ളിൽ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു പരസ്പര സ്നേഹവും ഐക്യവും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡയലോഗ് വരണത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈശോ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനോ അങ്ങനെ ജനനത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? ഇപ്പോഴും ആരും കരുതുന്നില്ല. ഉണ്ടോ? ദുഃഖവെള്ളിയാഴ്ച വരുമ്പോ ഇപ്പോഴ് ഒട്ടുമിക്ക വീടുകളിൽ ആഘോഷങ്ങളാ. എന്താണ്? ഗുഡ് ഫ്രൈഡേ ആണ് അല്ലെ? എല്ലാവരും വരുന്നു, ഭയങ്കര ഉപവാസത്തിന്റെ ദിവസമൊക്കെയാണ്. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞ ആത്മീയർക്ക് വലിയൊരു പ്രത്യാശയുടെ ദിവസമാണ്. ഈശോ നമുക്ക് വേണ്ടി പക്ഷെ എന്റെ പ്രിയപ്പെട്ട ഒരാളാണ് അവിടെ ഭീകരമായ വേദനയില് പടഞ്ഞു മരിച്ച സമയത്ത് നമ്മളിപ്പോ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാരെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി. ആ ആക്സിഡന്റ് പറ്റുമ്പോ നമ്മൾ ആ വഴി കൂടി പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു തേങ്ങലോ ഒരു വേദനയോ ഒരു ഓർമ്മയുടെ ഒരു നെടുവീർപ്പോ ഒക്കെ വരാം ഇല്ലേ? ആ ഒരു ആക്സിഡന്റ് വന്നാ മരിച്ചാലും മരിച്ചില്ലെങ്കിലും വരാം. ഞാന് പണ്ട് വൈപ്പിലിൽ പോയപ്പോഴേക്കും എന്റെ കാലിലൊരു അംബാസിഡർ ഇതിന്റെ ഒരു ഇത് വന്ന് മുട്ടി. ഞാൻ എന്റെ പ്രാണം പോണ കാരണം മുട്ടിന് താഴെയുള്ള എല്ലിന്റെ അവിടെ വന്ന് മുട്ടിയത്. പക്ഷെ കാലിൽ ഇച്ചിരി ഇത്തിരി ഒരു നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പ് ആയതുകൊണ്ട് കാലിനൊന്നും പറ്റിയില്ല. ഞാനിപ്പോഴും അവിടെ ആ വശത്ത് ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇവിടെ വെച്ചാണ് എനിക്കന്ന് സംഭവിച്ചത്. മൂത്ത ആള് വളരെ ചെറുതായിരുന്നപ്പോ സംഭവിച്ച, ഇളയാള് വന്നപ്പോഴും ഞാൻ പറയാടാ ഇന്ന സ്ഥലത്ത് വെച്ചാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായടാ എന്ന് പറയും. ഞാൻ അംബാസഡർ ഒക്കെ എന്ന് പറഞ്ഞ മുട്ടിയ നമ്മൾക്ക് നല്ല പരിക്കാം, നല്ല ഉരുക്കുവാത്ത വണ്ടിയാണല്ലോ. അപ്പോ ഇപ്പോഴും ആ ചെറിയ ഒരു വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു. അതിപ്പോഴും നമ്മുടെ വലിയ അപകടമൊന്നും പറ്റിയില്ല, ചെറിയൊരു മുറിവ് പറ്റുള്ളൂ. എന്താണ് കണ്ണേല് കൊള്ളാനുള്ള കൃഷ്ണമണി ഈ പിരിയത്തെ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ഇപ്പോഴും എനിക്ക് ഇത്രയും വർഷമായിട്ട് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ എങ്ങനെ ഓർമ്മിച്ചാലാകും നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ നന്ദി കാണിക്കേണ്ടത്. അല്ലേ? ഏ അതെ ഏ അതെ നമ്മൾ എങ്ങനെ എന്തോരം തലകുത്തി മറിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന ഈ ഓർമ്മയുടെ ആ ഒരു അനുഭവം എന്തെങ്കിലും ഒരു തൃപ്തികരമായ ഒരു പ്രത്യുത്തരം അല്ലെ തൃപ്തികരമായ ഒരു സ്നേഹമാണ് നമ്മൾ കൊടുത്തതെന്ന് നമുക്ക് പറയാൻ ചങ്കുറപ്പുണ്ടോ നമുക്ക്? ഇല്ല. ഇല്ല. ഒരിക്കലും വരുന്നില്ല അല്ലെ? എന്നിട്ടും നമ്മളോട് ദൈവം കരുണ കാണിക്കുന്നു. അതാണ് മഹാ അത്ഭുതം അല്ലെ? അപ്പൊ അതെ. തന്റെ കരുണയെ എപ്പോഴും കാണിക്കുന്ന വിധം ഓർക്കണമെങ്കിൽ ഈ ഏശയ്യാ 53:1 ഇടയ്ക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു കൃപ, അതായത് നമ്മൾ മക്കൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു കണക്ക് പറഞ്ഞ് നമ്മൾ അവരുടെ സ്നേഹം പറ്റി പിടിച്ച് നോക്കാറൊക്കെ ഉണ്ട് അല്ലെ? കുറവ് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈശോ എന്തെല്ലാം പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തേണ്ടതാണ് അതെ. അല്ലെ? പക്ഷെ നമുക്ക് ദൈവം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എത്ര തള്ളിപ്പറഞ്ഞാലും നീ മരിക്കുന്ന സമയത്തെങ്കിലും നീ എന്നൊന്ന് ഹൃദയം കൊണ്ടൊന്ന് തിരിച്ചറിയാനെങ്കിൽ ആ സ്നേഹത്തിന്റെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ, അനുദപിക്കാൻ, ഒന്നും അനുദപിച്ചെന്നെങ്കിൽ നിന്റെ ആത്മാവെങ്കിൽ, നമ്മുടെ ഒരു ആത്മാവെങ്കിൽ രക്ഷപ്പെടും. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, ഒന്ന് അനുദപിക്കരുത്. പാപത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തോടുകൂടി ആത്മാവ് രക്ഷപ്പെടാൻ ദൈവം എത്രമാത്രം ഓർത്ത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അതെ. ഇതുകൊണ്ടാണ് പരിശുദ്ധമ്മയുടെ കണ്ണുനീര് രക്തമായി മാറുന്നത്. ഈ ഒരു അറിവിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളെ പിശാചിന്റെ ഈ ലോകസുഖമോഹങ്ങളിൽ നിന്ന് കൂടി വളരെ സ്വതം ഗൊമോറയേക്കാൾ ഒരു 100 ഇരട്ടി സുഖമോഹങ്ങളിലാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് അല്ലെ? പകലില്ല രാത്രിയില്ല എന്നുള്ളൊരവസ്ഥയിൽ. എറണാകുളമൊക്കെ രാത്രി പകലാക്കിയാണ് മനുഷ്യർ ജീവിക്കുന്നത്. പകല് രാത്രി, രാത്രി പകലും ഒക്കെ ആക്കി. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം 2 കൊറിന്ത്യൻസ് 4-ാം അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനം. നിങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. അല്ലെ? നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിന്റെ അത്രയും ക്ലേശങ്ങളെ വെച്ച് നോക്കുമ്പോ നമ്മള് ഈ ഭൂമിയിൽ വെച്ച് സഹിച്ചതെല്ലാം വെറും നിസ്സാര നീർക്കുമിളകൾ പോലെ ആവുന്നുള്ളൂ. വെറുതെ ഒന്ന് തൊട്ടാ ഒന്ന് പൊട്ടിപ്പോകുന്ന അത്ര വരുന്നുള്ളൂ അല്ലെ? ഈശോ അങ്ങനെയാണോ നമുക്ക് വേണ്ടി സഹിച്ചത്? ഈശോ പോയ വഴികള്, ജനിച്ചത് മുതല് മരിച്ചത് വരെ നമ്മുടെ ആയുസ് കൊണ്ട് ധ്യാനിച്ച് തീരുക എന്ന് പറഞ്ഞാല് അവസാനം നമ്മളൊരു വിശുദ്ധയായൊക്കെ മാറും. നമുക്കതിന് നേരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശുദ്ധരാകുകയും വേണ്ട. ആ ഒരു ജീവിതത്തിൽ നമുക്ക് നേരമില്ല. എല്ലാവരും ജീവിത വ്യഗ്രതകളാണ് അല്ലെ? ജീവിക്കാൻ അനുവദിക്കുന്നതും ദൈവം ആയുസ് തരുന്നതും ഒക്കെ ആ കരുണ കൊണ്ടാണെന്ന് പോലും അറിയാതെയാണ് ഈ ലോകത്തില് ജീവിച്ചു കടന്നു പോണത് അല്ലെ? ദൈവം ഒരു സെക്കൻഡ് ഒരു 5 മിനിറ്റ് കർത്താവ് നമുക്ക് കരുണ തരാതെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? 5 മിനിറ്റ് പോരെ നമ്മുടെ കാര്യം ക്ലീൻ ആകാൻ? അതെ. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. ഇത് മണ്ടത്തരമാണല്ലേ? നമ്മളൊക്കെ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മോനോട് ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായത് തെറ്റാ അങ്ങനെ പറയും. കാരണം പിന്നെ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ക്വാളിറ്റി ഞാൻ വളർന്നിട്ടില്ല എന്നും കൂടി എന്നെ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു, നീ വളർന്നിട്ടില്ല, നീ ഇപ്പോഴും ശിശുവാണ്, ഒന്നും തന്നെ വളർന്നിട്ടില്ല, നീ എന്തെന്നാ വളർന്നേ, ഒന്നും വളർന്നിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ നോക്കി ഞാൻ ഇങ്ങനെ ലജ്ജിച്ചു പോയി ചില സമയം. കർത്താവ് എന്ത് ബുദ്ധിമാനാണ് എന്നും ഓർത്ത്. കാരണം നമ്മള് ഒരുപാട് കാര്യങ്ങള് പറയുന്നു ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മള് ഉടലോടെ സ്വർഗത്തിലോട്ട് പോകും എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ്. പക്ഷെ ഒരു സ്വർഗത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്താൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും. പക്ഷെ നമ്മൾ എന്തോരം അധ്വാനിച്ചാലും ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ ഇങ്ങനെ ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കണേ നമ്മുടെ ചാരിറ്റി ഇടാതിന് വേണ്ടി. അപ്പൊ സമയം ഒട്ടുമില്ല. അപ്പൊ തിരക്കിട്ട് ചെയ്യുമ്പോ എന്റെ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പൊ ഞാൻ ഈ തിരക്കിട്ട സമയത്ത് കൈ പൊള്ളല്ലേ കർത്താവേ, എനിക്ക് തിരക്കിട്ട് ചെയ്യുമ്പോ എനിക്ക് പൊള്ളാറൊന്നുമില്ല, പെട്ടെന്നൊരു ചൂട് വരും. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ദൈവമേ
ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്ന് പറഞ്ഞാല് തീ കിടന്ന് വെന്ത് ഉരുകുന്ന പോലത്തെ വേദന ചുമന്നതിനെ ഞാൻ ഒരിക്കൽ അങ്ങോട്ട് ഷെയർ ചെയ്തു. അപ്പൊ നമ്മള് ഇവിടെ ഇത്ര ചെറിയൊരു വിഷമം പോലും നമുക്ക് ചെറിയൊരു ആവി കൊണ്ടേ ഉള്ളു, ചൂടിന്റെ ഒരു ആവി കൊണ്ടേ ഉള്ളു. അപ്പൊ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഈ ഉരുക്കപ്പെടുന്ന തീയിലേക്ക് നമ്മളെ ശുദ്ധീകരണത്തിന് വേണ്ടി ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ പൊള്ളണേന്ന് പറയുമ്പോ കിടന്ന് ഓടാനൊന്നും പറ്റുന്നില്ല. പറ്റുമോ? അതെ. ഇല്ലില്ല. അവിടെ നിക്കാൻ പറഞ്ഞ അവിടെ നിക്കുക. നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ല തേനോ വല്ല പേസ്റ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വാരിപ്പൊത്താം. അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാ വല്ല നടക്കോ? എവിടെയൊക്കെ തേക്കും നമ്മള്? ഒന്നും കിട്ടേമില്ല അവിടെ, അല്ലേ? കേട്ടോ, ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നമ്മളത് ബോധപൂർവം ഞാനൊക്കെ ഉണ്ടാക്കി വെക്കണം മനസ്സിലാക്കണം. അവിടേക്ക്. ഈ ജീവിതത്തിൽ അവിടത്തേക്കുള്ള തേനൊക്കെ ഒരുക്കി വെക്കണമെന്ന്. അതെ, ഇവിടെ വെച്ച് തന്നെ നമ്മള് പ്രിപ്പയർഡ് ആവണം. ഇല്ലാതെ ഏത് നമുക്ക് സമയാണെന്ന് പറയാൻ പറ്റൂല. ഇന്നലെ സിസ്റ്റർ അതാണ് കുടുംബസംഘടന ഞാന് ചിലപ്പോഴൊക്കെ ഒന്നെങ്കിൽ തീർന്നു പോയെങ്കിലോ എന്ന് ഓർക്കും. പെട്ടെന്ന് അടുത്ത സെക്കൻഡ് ദൈവമേ ഇല്ല വിളിക്കല്ലേ, കുറച്ച് പണി കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറയും. അതായത് നമ്മള് ആദ്യത്തെ ഒരു മൂച്ചില് പെട്ടെന്ന് നമ്മുടെ വിഷമത്തിലും വേദനയിലൊക്കെയാണ് പെട്ടെന്ന് പറയാത്താവേ മതിയായി, ഒന്ന് തിരിച്ച് വിളിക്കാവോ എന്നൊക്കെ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു വിഷമത്തിന്റെ അവസ്ഥയിൽ ചോദിക്കും. പക്ഷെ അടുത്ത നിമിഷത്തിന് നീ ഓക്കെ ആണോ, എന്നാ പോരാ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെയാണ് പണി. നമ്മളിവിടെ അനുഭവിച്ച ഇത്രയും വർഷം എന്റെ പ്രായത്തിൽ വെച്ച് ഞാൻ അനുഭവിച്ച ഒരു വേദനയും അവിടത്തെ വേദന വെച്ച് നോക്കുമ്പോ ഒന്നും തന്നെ ആവണില്ല. ഒരു ക്ലെയിം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. മനസ്സിലായോ? തത്തുല്യമായി ക്ലെയിം ചെയ്തെടുക്കാൻ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റിയ സഹനമൊന്നും ഇവിടെ ആയിട്ടില്ല. അതുകൊണ്ട് ഈശോ ഭയങ്കര ബ്രില്യന്റ് ആണ്. ഈശോ നമുക്ക് ആവശ്യമായ സഹനം മാത്രമേ തന്നുള്ളൂ. പക്ഷെ ശുദ്ധീകരണത്തിൽ എത്തുമ്പോഴേക്കും അനാവശ്യമൊന്നുമില്ല. അവിടെ എത്രത്തോളം പ്യൂരിഫൈഡ് ആവാമോ, അത് എങ്ങനെയാണ് സ്വർണം ഉലയില് ഒരു പ്രാവശ്യമല്ല, 7 ആവർത്തി 7 ആവർത്തി എന്ന് പറഞ്ഞാൽ തനി തങ്കം ആകണം, അല്ലെ? നമ്മളിപ്പോ എന്താണ് ഒരു പ്രാവശ്യം ഒരുക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മതിയല്ലോ വിചാരിക്കും, അല്ലെ? അപ്പൊ തന്നെ ഉരുകും, അത് വെള്ളം പോലെ ആകും. പക്ഷെ അത് പ്യൂരിഫൈ ആവില്ല, അല്ലെ? അതിന്റെ സകല പ്യൂരിഫൈ ആ ഒരു പ്യൂരിറ്റി കിട്ടണമെങ്കിൽ ഈ പ്രോസസ്സിങ് തീർച്ചയായും വേണം. അപ്പോ ഇവിടെ വെച്ച് വെറുതെ പൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, അല്ലെ? ഞങ്ങളുടെ അടുത്തൊരു ആളുണ്ടായിരുന്നു. പുള്ളി 10, 50, 40, 47 വയസ്സ് അത്രയൊക്കെ ആവുള്ളൂ. ജീവിച്ചിരുന്നപ്പോ ഭയങ്കര എല്ലാവർക്കും എണി വെക്കണ പരിപാടിയായിരുന്നു പുള്ളിക്ക്. പുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്രോളും പെട്രോളും ഫർണിഷിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ടിന്നറും കൂടി മിക്സ് ചെയ്തിട്ട് മേത്തൊഴിച്ചു ആള്. അങ്ങനത്തെ ഒരു അവസ്ഥയില് മാനസികമായ ഒരു അവസ്ഥയായിരുന്നു. ലൈഫ് എല്ലാവരോടും ഒരുതരം വെല്ലുവിളിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷെ അവസാന ഒരു സ്ത്രീ പെണ്ണ് കേസൊക്കെ പെട്ടതാണ്. അങ്ങനെ പെട്ട് പുള്ളി തന്നെ ആ വ്യക്തിക്ക് ഓടുള്ള ഒരു വ്യക്തിവൈരാഗ്യം വെച്ച്, അതായത് ഒരു സ്നേഹത്തിന്റെ പ്രേമത്തിന്റെ ഇതിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പിൽ പോയിന്നിട്ട് ഇത് ഇങ്ങനെ കാണിച്ച് വിജയിക്കാൻ വേണ്ടി ചെയ്തതാ. ആരാ വിജയിച്ചത്? 3 ദിവസം പച്ചക്ക് വേവിച്ച ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിയാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ 3 ദിവസം വെന്ത ശരീരവുമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. 3-ാമത്തെ ദിവസമാണ് ആള് മരിച്ചത്. അപ്പോ ഇത് വീഡിയോ എടുക്കാനായിട്ട് മരിച്ച ഫ്യൂണറലിന്റെ അന്ന് വീഡിയോ എടുക്കാൻ വന്ന് അപ്പൊ ഈ ശരീരം കണ്ടിട്ട് ഈ ഒരു മീഡിയക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഞങ്ങളുടെ കടയിൽ വന്നിട്ട് ഒരു ബാറ്ററി വാങ്ങിക്കാൻ വേണ്ടി വന്നു, ക്യാമറയിൽ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ വ്യക്തി ഈ 3 ദിവസം എങ്ങനെ പിടിച്ചു നിന്നു? 3 ദിവസം വെന്ത ശരീരമായിട്ട് എങ്ങനെ? അപ്പൊ ആളുകളെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്, കണ്ണ് ചലിക്കുന്നുണ്ട്. 3 ദിവസം ജീവനോടെ കിടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ?
ഞാൻ വിചാരിച്ചു 3 ദിവസം കൊണ്ട് ഈ ആയുസ് മുഴുവൻ ചെയ്ത പാപങ്ങൾ ഉരുകി തീർന്നു പോയിട്ടുണ്ട്. അതുപോലെ സഹിച്ചിട്ടുണ്ട്, അതുപോലെ വേദനിച്ചിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെച്ച് ചെയ്ത പാപങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ വീട്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോ ഒരാളെ ദ്രോഹിച്ചു, ഇവിടെ വെച്ച് തന്നെ ഞാൻ ദ്രോഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 90% നമ്മൾ വിജയിച്ചു, ആത്മാവ് വിജയിക്കും. അതെ. എൻ്റെ ഒരു വിശ്വാസമാണ്. നമ്മള് മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കാൻ പോയാല് നമ്മള് വിജയിക്കുക അമ്പേ പരാജയമായി പോകും. അപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഒരാളെ അടിച്ചു, എനിക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു അടി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. നമുക്കതിനെ ആ ഒരു പാപത്തോട് നമുക്ക് ക്ലെയിം ചെയ്ത് പോകാനുള്ള ഒരു ദൈവകൃപ കരുണ ലഭിക്കും. ഒരാളെന്നെ ഞാനൊരാളെ നിന്ദിച്ചു, 10 പേരെന്നെ കാലഘട്ടത്തിന്റെ സമയങ്ങളിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ നിന്ദിച്ചു കഴിഞ്ഞാല് അപ്പൊ മനസ്സിലാവും നീ ഒരാളെയല്ലേ നിന്ദിച്ചുള്ളൂ. പക്ഷെ 10 പേരുടെ നിന്ദനം കേൾക്കുമ്പോ നമ്മളത് ഓക്കെ സെറ്റായി, മനസ്സിലായോ? അപ്പൊ കാരണം എന്താണ്, നമ്മള് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടുന്ന സഹനങ്ങള് എന്തിലേക്കുള്ളതാണ്? നിത്യജീവിതത്തിലേക്ക്. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് ഈ ബോഡി, ആത്മാവും ശരീരവുമായിട്ട് പോകാനുള്ളതാണ്. അപ്പൊ ഒരു കറയും കളങ്കവും ഇല്ലാതെ കടന്നു പോകണമെങ്കിൽ, പാപം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വാക്കാണല്ലേ, അതിന്റെ ഭീകരത അനുഭവിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ നമ്മൾ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നമുക്കതിനെ തിരുത്താനൊന്നും ഒരു സെക്കൻഡ് പോലും കിട്ടില്ല, അല്ലെ? അപ്പോ എത്ര ഒരു ആത്മാവിനെ കുറിച്ചുള്ള ദൈവിക പ്രവൃത്തിയും പദ്ധതിയും ഒക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കി എല്ലാം, അതായത് ജനിച്ചാല് മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാൻ ദൈവം തന്റെ ആത്മാവിനാൽ നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളാണ് എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ബൈബിള്. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളില് എഴുതി വെച്ചിരിക്കുന്നത്. അത് അനുസരിക്കുന്നവൻ ആരെ പോലെ ആവുന്ന പറയണത്? ദൈവത്തെ അമ്മയും സഹോദരനും പോലെ ആവും, അല്ലെ? അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതത്തെയാണ് നമ്മൾ, ദൈവത്തിന്റെ ആഗ്രഹമാണത്. ദൈവം പറയുന്ന അനുസരിക്കുക എന്ന് പറഞ്ഞാല് എന്താണ്? ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹം ഞാൻ ഈ ഭൂമിയിൽ വെച്ച് നിറവേറ്റി കഴിഞ്ഞാല് എന്തായി മാറും? സ്വന്തം അമ്മയുടെ സ്ഥാനത്തേക്ക് എത്തിക്കുവാനായിട്ട് ദൈവത്തിന് എന്താ കാര്യം? ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അമ്മ ആരെ അനുസരിച്ചു? ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് നിലകൊണ്ടു. അപ്പോ ഞാൻ അങ്ങനെ ജീവിതത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് വരുമ്പോ ഈ ഒരു കൃപ, പരിശുദ്ധമ്മയ്ക്ക് കൊടുത്ത കൃപയുടെ ഒരു ഷെയർ എനിക്കും തരാൻ ദൈവം തയ്യാറാവും. അതുകൊണ്ടാണ് ആരാണ് എൻ്റെ അമ്മ, എന്തൊരു ഇതായിട്ടാണല്ലേ ദൈവം പരസ്യമായിട്ടാണ് പറയണത്, രഹസ്യമായിട്ടാണ് പറയണത്. അപ്പോ രഹസ്യമായിട്ട് ദൈവത്തിന് ഒരു വചനവും പറയുന്നില്ല. രഹസ്യമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നത് പോലും എന്തായിട്ടാണ് വചനം പറയുന്നത്? പരസ്യമായിട്ടാണ് നമ്മളോട് പറയുന്നത്, അല്ലേ? ആണോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ക്ലേശങ്ങൾ ക്ഷണികമാണ്. അതായത് ഇവിടെ വെച്ച് എന്ത് സഹനം വന്നാലും ഇവിടുത്തെ സഹനങ്ങള് വളരെ നേരത്തേക്കേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ചില ജീവിതങ്ങൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജീവിതങ്ങളുടെ കൂടെ ജീവിക്കേണ്ടി വരുന്നു, അല്ലെ നിൽക്കേണ്ടി വരുന്നു, വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുന്നു, അല്ലെ? ചില ജീവിത ബന്ധങ്ങള്, കുടുംബ ബന്ധങ്ങള്, അല്ലെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ മരിക്കുന്നവരും ജീവിക്കണം, അല്ലെ? വേണ്ടേ? ഒരു മനസാക്ഷി അനുസരിച്ച് ദൈവഭയത്തോടെ ജീവിക്കുന്നവര് എന്ത് ചെയ്യും? മരിക്കില്ല, ആത്മഹത്യ ചെയ്യില്ല. എങ്ങനെയാ? മരിക്കുന്നത് വരെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കും. എന്താണ്? ഈ സഹനമാണ് എന്നെ ചെല്ലേണ്ട സ്ഥലത്ത് എത്തുവാനായിട്ട് എന്നെ സഹായിക്കുന്നത്. അപ്പോ ഇത് സഹിച്ചു പോകാതെ നമ്മൾ ആ കുരിശ് വെട്ടി 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 ചെറുതാക്കി കഴിഞ്ഞാല് ചില തോടും പിന്നെ പാലങ്ങളൊക്കെ കടന്നു പോകുമ്പോ ഈ കുരിശിന് കറക്റ്റ് ലെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ചാടി അപ്പുറത്ത് കടക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്താ, അതായത് എനിക്ക് എന്തോരം വേദന ഉണ്ടാകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ അത് ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നമുക്ക് ഒരു സഹനവും എടുക്കാൻ പറ്റില്ല. ഒരു ചെറിയ ചീത്ത വിളിയോ ഒരു മോശമായ ഒരു വാക്ക് പോലും കേൾക്കാൻ പറ്റില്ല.
നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഈശോ തെറ്റ് ചെയ്യാണ്ടാണല്ലോ ഇത്രയും മാരകമായ, നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധ സഹനങ്ങൾ ഏറ്റെടുത്തത്. നമ്മുടെ ബുദ്ധി ചുരുങ്ങിപ്പോവും കർത്താവിന്റെ സഹനങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ. നമ്മൾ വെന്തുരുകിപ്പോവും. അത്രയും സഹനങ്ങളാണ് മനുഷ്യകുലത്തിന് വേണ്ടി ഏറ്റെടുത്തത്. എന്റെ ദൈവം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മളുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, നമ്മളുടെ ആത്മാവിന് വേണ്ടി ദൈവം ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജന്മനാ പാപികളാണ്. അതിന്റെ ഒരു ഏറ്റവും ചെറിയ ഒരു ഷെയർ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് ദൈവവിശ്വാസികളാണെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സഹനം വരുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ, ഓടി രക്ഷപ്പെടാൻ പോകുന്ന സ്ഥലം അത് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതും വലിയ അന്ധകാരത്തിലേക്ക് വലിച്ചിഴക്കുന്നതും. പക്ഷെ സഹനങ്ങള് കൃപയോടെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ സഹായം വേണം. അതുകൊണ്ടാണ് പല സഹനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മള് ഉള്ളുകൊണ്ട് പറയും, ഞാൻ ദൈവത്തെ പ്രതിയാണ് സഹിക്കുന്നത്, ദൈവത്തെ ഓർത്താണ് ഞാൻ സഹിക്കുന്നത്, ദൈവത്തെ ഓർത്ത്, ദൈവത്തിന് വേണ്ടി, ദൈവം 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 എന്നുള്ള വാക്ക് നമ്മുടെ ചിന്തകളിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മള് ചില സഹനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവ വിചാരത്തോടുകൂടെ നമ്മുടെ മനസാക്ഷിയെ ദ്രോഹിക്കാതെ നമ്മൾ നിൽക്കുമ്പോൾ സഹനങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ കടന്നു പോകാനുള്ള ഒരു ആന്തരികമായ ശക്തി നമ്മളറിയാതെ എവിടെന്നോ കിട്ടും. ചിലപ്പോ ആ സഹനങ്ങൾ നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് തൊട്ടാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ അതിനേക്ക് മുമ്പ് കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ വലിയ നദി കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തോർത്ത്? ദൈവത്തെ ഓർത്ത് ഞാൻ കടന്നു പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു ആൾക്ക്. അപ്പോ അയാള് ജീവൻ എന്ന് വെച്ചാൽ ജീവൻ തിരിച്ച് കിട്ടിയതാണ്. ഭയങ്കരമായ ഒരു അത്ഭുതമാണ്. കാരണം വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്ന് ഒരാളും പറയില്ല. അതുപോലെ വണ്ടി നശിക്കുക. എന്നിട്ട് ഞാൻ അയാളെ കാണാൻ വേണ്ടി പോയപ്പോഴേക്കും അയാള് പറഞ്ഞു, കണ്ണ് മുഖത്തേക്ക് എന്റെ ചില്ലോ എന്തോ കയറി, കണ്ണിന്റെ അവിടെ ഭയങ്കര വേദനയാണ്, ഒരു കാഴ്ചശക്തി അതുവഴി നഷ്ടപ്പെട്ടു. അപ്പോ ആ സമയത്ത് ശരീരത്തിലൊക്കെ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി പറഞ്ഞത് ഭയങ്കര വേദന, മരണവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും അങ്ങനെ വേദന അങ്ങ് സഹിച്ചല്ലേ പറ്റുള്ളൂ. ഈ വേദന വരുമ്പോ ഈശോയുടെ കുരിശുമരണത്തെ ഒന്ന് ഓർത്ത് ആ വേദനയൊക്കെ ഒന്ന് സഹിക്കാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈശോയെ അന്നേരം ഓർക്ക്, ഈശോയുടെ ക്രൂശിത മരണം, അല്ലെങ്കിൽ ഈശോ അനുഭവിച്ച് കടന്നുപോയ കാൽവരി യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങള്, ഈശോയുടെ സഹനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് സമയങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു വർഷം കാണാൻ വേണ്ടി പോയപ്പോഴേക്കും പുള്ളി പറഞ്ഞാണ്, ഞാൻ വേദന എനിക്ക് കുറവൊന്നുമില്ല, പക്ഷെ ഈശോയുടെ സഹനങ്ങളെ ഓർത്തപ്പോ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെ ഇത് സഹിച്ച്, അങ്ങേരിത് എങ്ങനെ സഹിച്ചതെന്നാ എന്നോട് ചോദിക്കുന്നത്. അങ്ങേര് സമ്മതിക്കണമല്ലോ, എന്തൊരു വേദനയായിരിക്കുമല്ലോ സഹിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആ വേദനയെ ഓർക്കുമ്പോ, ഈശോയുടെ വേദന ഓർക്കുമ്പോ പുള്ളിയുടെ വേദന കുറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ആ വേദന മറന്നുപോയി. അത് ഫീൽ ചെയ്യാത്ത വിധം ആ പുള്ളിയുടെ ചിന്തയിൽ നിന്നും ഈശോയുടെ വേദനയെ കുറിച്ച് ഓർത്തപ്പോ ആ വ്യക്തിയുടെ അന്നേരം വരെ സഹിക്കാൻ പറ്റാത്ത വേദനയെ കുറിച്ചുള്ള വേദന ഫീൽ ചെയ്യാത്ത വിധത്തിൽ ദൈവം കടന്നു പോകാൻ അനുവദിച്ചു. ഇന്ന് പഴയ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ദൈവഭയമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ആ സമയത്ത് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം കൃപ കൊടുത്തു. സൗഖ്യപ്പെട്ടപ്പോ പഴയ അവസ്ഥയിലോട്ട് തന്നെ പിന്നെയും പോയി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഇങ്ങനെ ഈശോയുടെ വേദനയുമായി ചേർത്ത് വെച്ച് നമ്മുടെ സഹനങ്ങളും കൂടി ഓർക്കുമ്പോ നമ്മുടെ സഹനങ്ങള് വളരെ നിസ്സാരമാണെന്ന് തോന്നിപ്പിക്കുകയാണ്. ശരിക്കും തോന്നലല്ല, അത് റിയാലിറ്റിയിലേക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ റിയാലിറ്റി നമുക്കിപ്പോ മനസ്സിലാവില്ല. എന്തു വലിയ സഹനമാണ് ഈശോ എനിക്ക് വേണ്ടി സഹിച്ചതെന്ന് നമ്മൾ എത്ര ധ്യാനിച്ചാലും അതിന്റെ ഒരു ഏറ്റവും ചെറിയൊരു കണിക മാത്രമേ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ മരിക്കണം. അപ്പോഴാണ് യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഏശയ്യാ 53 വായിക്കുമ്പോ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വചനത്തിന്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ
നമ്മളുടെ നമ്മളുടെ ശരീരത്തിലെ ഈ സഹനങ്ങൾ അനുഭവിക്കണം. നമ്മളുടെ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ജെന്യുവൻ ആയിട്ടുള്ള പെയിൻ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ വലിപ്പത്തെ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കതീതമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നത്. ആ ഒരു കൃപ എല്ലാം, ആ കൃപയുടെ അമ്മ എല്ലാം തൊട്ടടുത്ത് അനുഭവിച്ചറിയുവാൻ അമ്മ ഈശോ കുരിശിന്റെ ചേർന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാനും നിങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഓർക്കുക, ഈശോയുടെ സഹനങ്ങളോട് ചേരുക. എല്ലാം നമുക്ക് സഹിക്കാൻ ദൈവം, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഇത്തിരി സഹനമൊക്കെ തരുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് നമ്മളോട് കുറച്ചുകൂടി സ്നേഹം കൂടുതലാണ്. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്ന പോലെയല്ല. ദൈവം ഭയങ്കര സെൽഫിഷ് ആയിട്ട് സ്നേഹിക്കുള്ളൂ. ഭയങ്കര ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ സംരക്ഷിക്കാനും പെർഫെക്റ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാനും പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ നയിക്കാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സഹനങ്ങളൊക്കെ വളരെ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിനുള്ള കൃപയ്ക്കായിട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഹൃദയത്തിൽ